നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. സദൃശവാക്യം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിക്കപ്പെട്ട ശലോമോൻ പറഞ്ഞ ഒരു വാക്യമാണ് വായിപ്പാൻ ഇടയായത്. ലോകത്തുള്ള ജ്ഞാനത്തേക്കാൾ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവിക ജ്ഞാനമാണ്. ലോകത്തിൽ ജ്ഞാനികളായ ഭോഷന്മാരെ പലരെയും നമുക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ള എന്തിനേക്കാളും ശ്രേഷ്ഠമാണ്. വിദ്യാഭ്യാസം വളരെ കുറച്ചു മാത്രമുള്ള സമർത്ഥന്മാരെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. വാസ്തവത്തിൽ പഠിപ്പില്ലാത്തതല്ല ഉയർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്നത്, പിന്നെയോ പഠിക്കുവാൻ മനസ്സില്ലാത്തതാണ്. ഒരാൾക്ക് ദൈവം 5 ഇന്ദ്രിയങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്പർശനം, രുചി, കാഴ്ച, ഘ്രാണം, ശ്രവണം എന്നിവ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു. എന്നാൽ ഏവർക്കും 6-മതൊരു ഇന്ദ്രിയം കൂടെയുണ്ട്. ആ ഇന്ദ്രിയത്തിൻ്റെ പ്രായോഗിക വിധമാണ് അനേർക്ക് അറിഞ്ഞുകൂടാത്തത്. അത് സാമാന്യ ബുദ്ധിയുടെ പ്രയോഗമാണ്. സാമാന്യ ബുദ്ധി സ്കൂളിൽ നിന്ന് കിട്ടുന്നതല്ല. സാമാന്യ ബുദ്ധിയില്ലാത്ത സ്കൂൾ വിദ്യാഭ്യാസവും ബിരുദവും പ്രയോജനശൂന്യമാണ്. ബിരുദം ഒരു ജോലി ലഭിക്കുവാൻ സഹായിച്ചു എന്ന് വരാം, പക്ഷേ ഉയർച്ചയും മാന്യതയും സമാധാനവും അത് നേടിത്തരുന്നില്ല. സാമാന്യ ബുദ്ധിയുടെ പ്രയോഗത്തിൽ പെരുപ്പത്തിൽ പരിജ്ഞാനം വന്നു ചേരുന്നു. അതിനെ ഇംഗ്ലീഷിൽ വിസ്ഡം എന്നാണ് പറയുന്നത്. പ്രശസ്ത ദൈവവചനഘോഷകനായ ബില്ലി ഗ്രഹാമിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏവർക്കും ചൈതന്യം പകരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദിനംപ്രതി നാം ദൈവവചനം വായിക്കണം, പ്രത്യേകാൽ സദൃശവാക്യം വായിക്കണമെന്ന് അദ്ദേഹം പലപ്പോഴും ഊന്നി പറഞ്ഞിട്ടുണ്ട്. പരിജ്ഞാനമുള്ളവരായി തീരുവാൻ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ നമ്മെ സഹായിക്കും. വിവാഹ ജീവിതത്തെപ്പറ്റിയോ മക്കളെ വളർത്തുന്നതിനെ പറ്റിയുള്ള പുസ്തകമെങ്കിലും നാം വായിച്ച് ലോകജീവിതത്തിൽ പ്രായോഗികത മനസ്സിലാക്കണം. പരിജ്ഞാനമുള്ള മനുഷ്യരുമായി കൂട്ടുകൂടുകയും അവരിൽ നിന്ന് നല്ല പാഠങ്ങൾ പഠിക്കുകയും ചെയ്താൽ നമുക്ക് ലോകത്തിൽ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കാൻ കഴിയും. അതിലൊക്കെ ഉപരിയായി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമുക്ക് കഴിയണം. അപ്പോസ്തലനായ പൗലോസ് പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടതിനായി ദൈവം തൻ്റെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. ആ ദൈവവചനം തൻ്റെ മക്കളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. ദൈവിക പരിജ്ഞാനം എന്നത് ലോകത്തിൻ്റെ ജ്ഞാനത്തെക്കാളും ശ്രേഷ്ഠമേറിയതാണ്. ദൈവിക ജ്ഞാനം നമ്മെ കൂടുതൽ ജ്ഞാനമുള്ളവരും വിവേകികളും വിനയസമ്പന്നരുമാക്കും. പ്രിയരെ, ദൈവിക ജ്ഞാനം ഉൾക്കൊള്ളുവാനുള്ള ആഗ്രഹം നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുക. ദൈവിക ജ്ഞാനത്താൽ നാം നടത്തപ്പെടുമ്പോൾ ദൈവം നമ്മെ ആത്മാവിൽ ശക്തീകരിക്കും. ദൈവഹിതം തിരിച്ചറിയുന്നതിനും ആത്മീയ നന്മകൾ പ്രാപിക്കുന്നതിനും അത് കാരണമായി തീരും. ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണമേ എന്ന് ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഉന്നതമായ ആത്മീയ ദർശനമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.